എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? അങ്ങനെ ഇന്ന് ഡേ 2 ആണ് ഗൈസ്. ഇവിടെ രാവിലെ തന്നെ വീടൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ പുതിയ കട്ടകളൊക്കെ പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയുടെ കുറച്ച് ആഗ്രഹപ്രകാരം, എന്റെ ആഗ്രഹപ്രകാരം ആണ്, അമ്മയുടെ ആഗ്രഹം കൊണ്ടാണ്. ഒന്നും പറയണ്ട. അവിടെ പൊളിക്കണം ഇവിടെ പൊളിക്കണം എന്ന് പറയണ്ട. എന്റെ ഒന്നാന്തര റൂമിന്റെ അവസ്ഥ ഞാനിപ്പോ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാം, നോക്കിക്കോണേ. ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സാധനം കിട്ടി. പിന്നെ ഇവിടെ അലമാരിയൊക്കെ അവിടുന്ന് പൊളിച്ച് മാറ്റി ഇവിടെ ഒരു ബീമൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇനി തിരിച്ചാടും. റൂമിന്റെ കണക്ക് കിട്ടിയാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്. അത്രേ ഉള്ളൂ. ഇവിടെ കോടാലി പോലെ ചെയ്തിരിക്കുന്നത് കണക്ക് റെഡിയാകാത്തതുകൊണ്ടാണ് കണക്കൊപ്പിക്കാൻ വേണ്ടി ഓരോ പീസ് ബീം വാർക്കുന്നു, ബീം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതല്ലേ. ഇനി എന്തെങ്കിലും മാറ്റണോ മമ്മി? ഇത് മൊത്തം മാറ്റിയേ കൊള്ളും. ഇവിടെ വൻ തർക്കം നടക്കുവാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, അച്ഛൻ പറയുന്നത് ഇവിടെ സ്ഥാനത്ത് ഇവിടെ താഴത്ത് കുറച്ച് കട്ട വെച്ച് കെട്ടുക, പൊക്കത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു സ്ക്വയർ പോലെ വെക്കുക, അപ്പൊ ഈ ഒരു കെട്ടിയ പോലത്തെ ഒരു സാധനം കിട്ടുമെന്ന്. അമ്മ പറഞ്ഞ അത് പറ്റത്തില്ല, ഇത് ഫുള്ളായിട്ട് തന്നെ കെട്ടണം, എന്നാലേ അതിന്റെ ആ ഒരു സ്ഥാനം അളവായതാണ്ടൊക്കെ കൃത്യമാകത്തുള്ളന്നൊക്കെ പറയുന്നു. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ ഇത്തിരി വിശ്വാസമൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ സത്യം പറഞ്ഞ ഇതിനോടൊന്നും ചെറിയൊരു വിശ്വാസം പോലും ഒന്നും ഇല്ല. അതായത് അമ്മയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന് ഒരു കുഴപ്പമില്ല. അമ്മ എങ്ങനെ എന്ത് ചെയ്യണം? ഇപ്പൊ ഫുള്ള് കെട്ടണമെങ്കിൽ ഫുള്ള് കെട്ടാം. കല്ല് എടുത്തിട്ടുണ്ട്, സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കെട്ടുന്നതിന് എന്താ കുഴപ്പം? അന്ന കെട്ടി കൊടുക്കാ കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയുടെ മനസ്സിൽ ആ സാധനം നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോക്കോട്ടെ. ഓക്കെ ഓക്കെ ഗേൾ. കണ്ടായിരുന്നല്ലോ ഗൈസ്, രാവിലെ എന്നെ വീട് മൊത്തം പൊളിച്ച് പണി വരുന്ന കേട്ടോ. ഈ സംഭവം സിമ്പിളാ, വേറെ ഒന്നല്ല. വാസ്തു ഉണ്ടല്ലോ, വാസ്തുവിൽ വരുന്ന കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ വീട് വെക്കുമ്പോൾ അതിനൊരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ റൂം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഇത്തിരി വലിയ റൂം വേണം, എനിക്ക് ഇത്തിരി കൂടെ വലിയ ബാത്റൂം വേണം, അത് വേണം, ഇത് വേണം, ആന വേണം, ചേന വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ഒരു വാസ്തുവിന്റെ അളവിനല്ല എൻ്റെ റൂം വെച്ചിരിക്കുന്നത്. എൻ്റെ റൂം എന്തോ ഒരു കോടാലി ആകൃതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ റൂമിൽ കിടക്കുന്ന ആൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല, വൻ സീനുകൾ ഉണ്ടായിരിക്കും, സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവും, അതാണ് ഇതാണ് എങ്ങനെ മറ്റേ മറിച്ചാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഗൈസ്, എനിക്ക് ഇതിനോടൊന്നും വിശ്വാസമൊന്നുമില്ല. പക്ഷെ എൻ്റെ മമ്മിക്കൂളിന് അത്യാവശ്യം വിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും ഒരാളുടെ മനസ്സിൽ ഒരു സംഭവം കിടന്നിട്ട് അത് ഭയങ്കരമായിട്ട് അലട്ടി അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ കൊടുക്കണ്ടേ. എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസമില്ല. എന്നാലും അമ്മയുടെ ഒരു ആശ്വാസത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തി. അപ്പൊ അമ്മ ആരെയും കൊണ്ടൊക്കെ നോക്കിച്ചപ്പോൾ ഇത് കറക്റ്റ് അല്ല. കാരണം നമ്മുടെ റൂം എന്തോ സ്ക്വയർ റൂമിൽ സ്ക്വയർ ഷേപ്പിൽ വേണമായിരുന്നു. അത് അങ്ങനെ അല്ല. ഇത് ഒരു കറക്റ്റ് ഒരു അളവും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടാണ് ഈ റൂം വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു അളവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് പില്ലർ പോലത്തെ സാധനങ്ങളൊക്കെ പണിയിപ്പിച്ചത്. കണ്ട, ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി കേട്ടത്. ഇവിടെ പണിത് ഇതിൻ്റെ നേരെ പാരലിയാണ് അവിടെയും പണിത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഗൈസ് ഇവിടെ എൻ്റെ റൂമിൽ കണ്ട, ഇവിടെ ഇപ്പം പണി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുറക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇവിടെ തുറക്കാൻ പറ്റും. ഇവിടെ നിന്ന് അയ്യോ ഇടിച്ച് പൊളിച്ചത്. ഇല്ല പൊളിക്കില്ല, ഭാഗ്യം. ഇത് ചെയ്ത് പകുതി ആകുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുമെന്നാണ് ഈ വാസ്തു നോക്കിയ ഒരു പുള്ളി പറഞ്ഞത് കേട്ടോ. അമ്മയ്ക്ക് ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ തന്നെ പുറത്തുമുണ്ട് 2-3 സ്ഥലത്തൊക്കെ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തി. പിന്നെ അടുക്കളയുണ്ട്, അടുക്കള എന്തോ പൊളിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഓപ്പൺ കിച്ചൺ. അപ്പൊ നമ്മള് കിച്ചണിലേക്ക് ഒന്ന് അളവെടുക്കാൻ വേണ്ടി പൊളിക്കാൻ പോയിന്, പൊളിച്ചടുക്കും. അതാണ് ഈ ഇവിടുന്ന് മൊത്തം സ്ലാവൊക്കെ ഇരിക്കുന്നത് ഉടലിലാണ് നിൽക്കുന്നത്, തടിയിലാണ് നിൽക്കുന്നത്. നേരെ വെച്ച് ഇവിടെ കെട്ടിയ സമയത്ത് തന്നെ സ്ലാവ് വാർത്തിട്ട് അതിന്റെ പുറത്താണ് ഈ പിന്നെ ഗ്രാനൈറ്റ് ഇട്ടിരുന്ന ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഇത് തമ്മിൽ ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. ശാസ്ത്രത്തിൽ പറയുന്നത് ഇതിനകത്ത് ബന്ധമില്ലെന്ന്, ഭിത്തി തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത. ഓപ്പൺ കിച്ചൺ ഭയങ്കര വലുത് രണ്ടായിട്ട്, മറ്റത് ഇതല്ലേ എന്താണ് ടർക്കേരിയാണ്. ഇതാണ് ശരിക്കുള്ള കിച്ചൺ. അപ്പൊ കിച്ചണിന് ഒരു അടവില്ല. നിങ്ങൾ ഇതേപോലെയുള്ള വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അന്ധവിശ്വാസിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ എന്തായാലും രേഖപ്പെടുത്തണം. ഇത് കിട്ടിയെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സാധനം മറിച്ചെന്നും പറഞ്ഞ് എന്ത് ചേഞ്ച് വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ അറിയത്തില്ല സംഭവം എന്താണ്. എന്തായാലും മമ്മിക്കുള്ളിന് വേണ്ടിയിട്ട് നമ്മൾ വീട് പൊളിക്കണമെങ്കിൽ നമ്മൾ പൊളിക്കും, അത്രേ ഉള്ളൂ. എല്ലാം ചെയ്ത് കഴിയുമ്പോ അംബാനി മാറി നിൽക്കുമെന്നാണ് പറയണത്. അണ്ണ എന്തോ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വീട്ടിൽ വരുത്തേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ചേഞ്ച് ചെയ്ത് നോക്കേ, നിങ്ങൾ നല്ലതായിട്ട് വരുവാണെങ്കിൽ ഓക്കെ. ചേട്ടാ, നമുക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ട ആവശ്യമുണ്ടോ? യെസ് ഓർ നോ?
മോനെ അച്ഛനോട് ആയുധങ്ങളൊക്കെ മെനഞ്ഞിട്ടിരിക്കോ മറ്റേ മുറിക്കാനാണ്. എന്റെ റൂമിലാണെങ്കിൽ മൊത്തം പണി നടക്കുവാണ്. അവിടെ മൊത്തം കല്ലും കാര്യങ്ങളും സിമെന്റ് ഒക്കെ വെച്ച് തേച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പഴത്തെ ഹോം സ്റ്റേയിൽ വന്നു വെച്ചും വ്ളോഗ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ആഡ് ഇട്ടോണ്ടിരിക്കുക. ഞാൻ ആഡ് ഇടണോ കുന്ന് കണക്കാ ഇങ്ങനെ ആഡ് ഇടണത് ചറപ്പറ ഇങ്ങനെ ആഡ് ഇട്ടോണ്ടേ ഇരിക്കും കേട്ടാ. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞായിട്ട്. അപ്പൊ ഇത്രയാണ്, സിമ്പിൾ ആണ്. നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം. അപ്പൊ പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ കുറെ ആൾ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ എന്നേ. അപ്പൊ അതുകൊണ്ട് നോട്ടിഫിക്കേഷനൊക്കെ അങ്ങ് ചത്തിരിക്കുമായിരിക്കും. യൂട്യൂബ് തരത്തില്ലെന്നേ, യൂട്യൂബ് ത്രെൻഡുകളൊന്നും തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കയറുവാണെങ്കിൽ ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങനെ വന്നിടും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ നിങ്ങൾ ഇതുവരെയായിട്ട് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ഇന്ന് കഴിക്കാനാണെങ്കിൽ ചോറും വെണ്ടക്കയും പിന്നെ എന്തോ ഒരു ഫിഷ് ഉണ്ട്. എന്ത് ഫിഷ് ആടി? വലിയ ഫിഷ്. അതെനിക്കറിയാം. എന്ത് ഫിഷാ? പേരെന്തോ ഫിഷിന്റെ? ഇത് ഇതാന്ന് തോന്നുന്നു. എന്താന്ന്? മോദേ. ഇവന് ഹനുമാന്റെ പാട്ടൊക്കെ അറിയാം. ഇവൻ ടി വിക്കകത്ത് യൂട്യൂബ് കണ്ടിട്ട് ജയ് ഹനുമാൻ ഗ്യാൻ അത് പാടിക്കടാ. നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? മറ്റേ ജയ് ഹനുമാൻ ജ്ഞാന ഗുണസാഗർ ജയ് കപ്പിഷാവത്തില്ല, അത് മന്ത്രം പോലെ സാധനമില്ല. ആ സാധനമാണ് ഈ ചെറുക്കൻ പഠിച്ചു വെച്ച് പാടുന്നത് കേട്ടാ. ഈ ചേട്ടന്മാരാണ് നമ്മുടെ വീട്ടിൽ ഇന്നത്തെ പണിയൊക്കെ ചെയ്തത്. ചേട്ടന്റെ പേരെന്തുവാ? ഉത്തമൻ. ചേട്ടന്റെ എന്തുവാ? ജോസ്. മറ്റേ ചേട്ടൻ അങ്ങോട്ട് ഓടിപ്പോയി കേട്ടാ. ഇവിടെയാണ് ആദ്യം പണിത് കേട്ടാ. എന്ന് പറഞ്ഞാൽ ഇതും ദാ അവിടുത്തെ ഒരു മതിലുമായിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആദ്യം കെട്ടി. ദേ കണ്ട, ഇതും അതും കൂടെ കണക്റ്റ് ആവണം, ഒരു സ്ക്വയർ രീതിക്ക് ആകണമെന്നാണ് പറഞ്ഞത്. പിന്നെ വീണ്ടും അടുക്കളയുടെ അവിടെ ആയിട്ട് ദേ ഇവിടെ ഒരു സാധനം കെട്ടി. അതുപോലെ തന്നെ ദാ സൈഡിൽ ഇത് അവിടെ സാധനം കെട്ടി. അപ്പൊ കഴിച്ച് നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതേ സ്വത്തിന് റീൽ എടുത്ത് കൊടുക്കാൻ പോകണം കേട്ടോ. സ്വത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫുൾ റീൽ എടുപ്പിക്കലാണ് കേസ് പരിപാടി. ഇന്ന് ഏത് പാട്ടില്ല? ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ സുന്ദരിയായിട്ടുണ്ടല്ലോ, ചെറിയൊരു ചൈന ലുക്കും ഉണ്ട്. കേട്ടോ ഈ സാധനം കണ്ട, ഇത് മാറ്റായിരുന്നല്ലോ നമുക്ക്. ആ ഇത് മാറ്റി ഇത്തിരൂടെ വലിയൊരു ആപ്പിൾ പ്ലേ ഒക്കെ വർക്ക് ചെയ്യണ സംഭവം. ഇത് കണ്ടു, ഒരു ഭയങ്കര കുഞ്ഞല്ലേ. അതുപോലെ തന്നെ ഒരു 360 ക്യാമും കൂടെ ഇതിന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആകത്തില്ലേ? ഓ അന്നത്തെ തകർക്കും. എന്തായാലും നാളെ മറ്റന്നാളായിട്ട് നമുക്ക് ഗൈസ് ഇത് ചേഞ്ച് ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വീട്ടിലുള്ള ദിവസമൊക്കെ ദാറ്റ് ഇവിടെ കാണുമല്ലോ ഇടക്കൊക്കെ. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോ ബോംബെ ടോസ്റ്റ് അടിക്കും. അത് തന്നെ ബോംബെ ടോസ്റ്റ്. ഞാനാണ് ഇവർക്ക് ഇൻട്രൊഡ്യൂസ് കൊടുത്തത് ബോംബെ ടോസ്റ്റ്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടല്ലോ, അവിടെ പോയിച്ചും നിങ്ങൾ ബോംബെ ടോസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറയണം. അടിപൊളിയായിട്ടോ. വേറെ ഒന്നുമല്ല, ബ്രെഡിനകത്ത് ഇത്തിരി പാലൊക്കെ ഒഴിച്ചിട്ട് മധുരമൊക്കെ ഇട്ടിട്ട് മുട്ടയൊക്കെ ഇങ്ങനെ ഇത്തിരി അതിന്റെ ഇതൊക്കെ ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാ. അത് ഞാൻ ഒരു വട്ടം ഇവളോട് പറഞ്ഞു കൊടുത്തത്. പിന്നെ ബോംബെ ടോസ്റ്റ് എന്ന് പറഞ്ഞ പ്രാന്തായി ഇവക്കിപ്പോ. എന്റെ എബ്രോഡ് പോയ കൂട്ടുകാരനായ അബിയും ദീക്ഷിതൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, അളിയ നമ്മുടെ ഇവിടെയൊക്കെ സ്ഥലമൊക്കെ മാറിയാന്ന്. അളിയ നല്ല പോലെ മാറി കേട്ടോ. അത് ഒന്നും മനസ്സിലാകത്തില്ല. ഇപ്പൊ നമ്മുടെ കലൂരാണെന്ന് തന്നെ പോലും തോന്നത്തില്ല. ഹൈവേ ഒക്കെ ഇത്തിരൂടെ അടിപൊളിയായിട്ട് വലുതായി. അതേപോലെ തന്നെ കണ്ട അപ്പുറത്തും ഇപ്പുറത്തും കുറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് കളഞ്ഞ് റോഡ് എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്തിരൂടെ ഉള്ളത് അവിടെ ഒരു ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൗണിലോട്ട് നേരെ പോകാൻ വെറും 2-3 മിനിറ്റ് 4 മിനിറ്റുകളൊക്കെ മതിയായിരിക്കും. 100 ഡേ ബ്ലോഗ് ചാലഞ്ച് അല്ലാണ്ട് ഞാൻ വേറെ ചാലഞ്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. ദാറ്റ് ഈസ് 365 ഡേയ്സ് എക്സർസൈസ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ 365 ദിവസം ഞാൻ എക്സർസൈസ് ചെയ്യും എന്ന് പറഞ്ഞ് സ്വത്തൊക്കെ അവിടെ കിടന്ന് ഓടുകയാണ്. എന്നാലും ഞാൻ ഇപ്പൊ ഇന്ന് 5ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെ വരെ ഞാൻ കറക്റ്റ് ആയിട്ട് എക്സർസൈസ് എന്താ ചെയ്തില്ലേ? ചക്കേട്ടപ്പം പോലെ വീണല്ല, ഇന്ന് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്ന. അങ്ങനെ ഈ ഒരു വർഷം ഞാൻ ഫുള്ള് വർക്കൗട്ടും ബ്ലോഗൊക്കെ ആയിട്ട് അങ്ങ് പോകാൻ പോവാണ്. എന്ത് ചേഞ്ചസ് ഒക്കെ വരുമെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. അത്രേ ഉള്ളു. കണ്ടോ പെണ്ണേ, മാറ്റം കണ്ടോ? നീ എനിക്ക് ഈ കാണുന്ന ആൾക്കാർക്കും അറിയാം മാക്സിമം 1 വീക്ക് കഴിഞ്ഞാൽ നീ അടുത്ത ഡേ 1 തുടങ്ങുമെന്ന്. അതുകൊണ്ട് അവരൊന്നും സപ്പോർട്ട് ചെയ്തില്ല. സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. ഞാൻ അങ്ങനെ ഈ പ്രാവശ്യം ന്യൂ ഇയർ റെസൊല്യൂഷൻ വീശിയാണ്. ആ റൈറ്റ് ഇത്രയും കേട്ടി. മതി. ഇല്ല, വണ്ടിയുടെ കുണ്ടിയൊക്കെ കുറച്ച് നേരത്തെ പുറത്ത് കിടക്കുമായിരുന്നു. ഇപ്പൊ റെഡിയായി. അങ്ങനെ സുഹൃത്തുക്കളെ, ഇന്ത്യൻ കോഫി ഹൗസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ
അങ്ങനെ നമ്മുടെ സ്വത്ത് ചമ്മിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ വന്നപ്പോൾ ബോംബെ ടോസിനുള്ള ബ്രെഡ് ഇവിടെ ഇല്ല, ബ്രെഡ് തീർന്നു പോയെന്ന്. ഗ്രാമത്തിലൊന്നും കിട്ടത്തില്ല. ഞങ്ങളിവിടെ ബോംബെ ടോസ് കിട്ടത്തുള്ളൂ. ഇവിടെ ഇവിടെ നിന്ന് ബോംബെ ടോസ് ചോദിച്ചാൽ അത് എന്തുവാന്നാ ചോദിക്കുന്നത്. ആ പിന്നെ ഗൈസ് ഇവളുടെ വീട് കോട്ടയത്ത് ഏതാണ്ട് കാടിനുള്ളിലാണ്. അത് നിങ്ങൾക്ക് അറിയാം. കാടെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇപ്പോഴും മറ്റേ മൗഗ്ലി ഉണ്ടെന്നൊക്കെ പറയുന്നത്. സ്വിഗ്ഗി പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ അവിടെ ATM വന്നിട്ട് കഴിഞ്ഞ ആഴ്ച കണ്ടല്ലേ ATM വന്നത് നിങ്ങളുടെ ഇവളുടെ വീടിൻ്റെ അവിടെ ATM വന്ന കഴിഞ്ഞ ആഴ്ച. ഒരു സിനിമയുടെ മണി മരിച്ച കാര്യം ഒരു ഇവരുടെ അവിടെ അറിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. സാന്ദ്രക്കിന്റെ കാര്യം അറിഞ്ഞോ അവിടെ? ആ കുഴപ്പമില്ല. എന്തായാലും വിശന്ന സ്വത്തല്ലാണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് പൊറോട്ടയും മുട്ടയും കഴിച്ച് നമുക്ക് വിശപ്പെടാം. മുട്ട എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ അല്ലേ ഗൈസ്? ആണ്. ഉച്ചയ്ക്ക് ചോറും മീൻകറിയും, വൈകുന്നേരം 4 മണിയാകുമ്പോൾ പൊറോട്ടയും ബീഫല്ല. മുട്ട ഈസ് പ്രോട്ടീൻ ഗൈസ്. ചേട്ടാ നാളെ ബ്രെഡ് വാങ്ങി വെക്കണം ചേട്ടാ. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും തന്നെയാണ് ചേട്ടാ. എന്ത് ചെയ്യാനാ, കിട്ടിയില്ല. സ്വത്തിന്റെ ബാഡ് ലക്ക്. പ്രോട്ടീൻ ഗൈസ്, പ്രോട്ടീൻ. സെറ്റ്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾക്ക് ജിമ്മിൽ വന്നിരിക്കുകയാണ്. അതും പുതിയ ജിമ്മിന് അതിന്റെ എന്തുവാടാ കലക്കുന്ന ക്രിയാറ്റിൻ. ഓ മാൻ, വെള്ളപ്പൊടി അളിയാതെ ഞാൻ ചലഞ്ചൊക്കെ എടുത്തിരിക്കോ. 365 ദിവസം അറിയാലോ. സെറ്റാക്കി തന്നെ എനിക്ക് സെറ്റാക്കുമല്ലോ. ഓ ഗൈസ്, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ നിയാസിന്റെ ജിമ്മ്. ഇതാണ് അമൽ ബ്രോ ഇവിടുത്തെ ട്രെയിനർ തന്നെയാണ്. എടാ നമ്മളിന്ന് എന്ത് ചെയ്യുന്നത്? എടാ മസിൽ ഒന്ന് കാണിച്ചോളാം. എന്റെ മോനെ സൂപ്പർ മാൻ. എടാ എനിക്ക് ഇതുപോലെ മസിൽ വേണോടാ. ഇങ്ങനെയാണോ പറഞ്ഞത്? മോത്തോതി പറയും ഇമ്പോസിബിൾ എന്ന്. ഇല്ല എനിക്ക് എന്നതാണ് എനിക്ക് എന്നെ ഞാനാ വിളി. എടാ ഇന്നെന്തോ ഷോൾഡർ ഗൈസ്, ഇന്ന് ഷോൾഡറും ട്രൈസെപ്സും കൂടെ ചാടിക്കാൻ പോവുകയാണ് ഗൈസ്. ഇവൻ എൻ്റെ കൂട്ടത്തിൽ കൂടി സത്യം പറഞ്ഞാൽ കഴിഞ്ഞിടക്ക് ഇച്ചിരി വയറൊക്കെ ചാടിയായിരുന്നു കേട്ടാ. തിരിച്ചു പിടിക്കുന്ന നമുക്ക് കേട്ടോ. കഴിഞ്ഞിടക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടി ഇതായിരുന്നു, ഇപ്പൊ മാറി സെറ്റായി. ഇനി എനിക്ക് ഇതിനെപ്പോലെ ബോഡി അടിച്ചെടുക്കണം. മാപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ബൈ. ഇന്ന് ഷോൾഡറും ട്രൈയും പിന്നെ ചെറുക്കനാണെങ്കിൽ ആപ്സിനൊക്കെ കൂടെ കളിപ്പിച്ച് ചത്ത് കേട്ടോ. ലാസ്റ്റ് കാർഡിയും കൂടെ ഒരു അരമണിക്കൂർ ആയിട്ട് വീട്ടിൽ പോയേക്കുവാ. കൊള്ളായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഗൈസ് ഞാൻ രാത്രി അവളുമായിട്ട് കുറച്ച് കുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാൻ വന്നപ്പോഴേ നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയായിരുന്നു. ബ്രോ പേരെന്തുവാ? ഷാഫി ബ്രോ. ഇതിന് കഴിക്കാനാ പറ്റി? നീ എത്ര നാളാണ് മുടി വളർത്താൻ തുടങ്ങിയിട്ട്? കണ്ണാടിയൊക്കെ ഇപ്പൊ എടുത്ത് വെച്ചാട്ടെ. എന്തായാലും ഗൈസ് കണ്ടതിൽ സന്തോഷം. ഓക്കെ മാൻ. ഓക്കെ ബ്രോ. കൊടുത്തില്ലേ സ്വത്ത് ഇത്ര സാധനമായിട്ടോ വാങ്ങിയത്. ഓ പൊളി. രാത്രി സിനിമ കണ്ടിട്ട് കഴിക്കാനാ. വീട്ടിലാണെങ്കിൽ ഗൈസ് കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. കാരണം ഈ മീൻകറിക്കകത്താണെങ്കിൽ 2-3 മീനും പിന്നെ കൂടുതൽ മറ്റേ ഇതായിരുന്നു, എന്തായിരുന്നു മറ്റേ പുളിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്തുള്ള കടയിൽ വന്നു വെച്ചാൽ അൽഫാം വാങ്ങാൻ വന്നിരിക്കും. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം രാത്രി 1:30 ആയിരിക്കുവാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വേണ്ടിട്ട് ഒരു രക്ഷയില്ല. വീഡിയോ ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ ഇത്രയൊക്കെ എല്ലാവരും ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഗുഡ് നൈറ്റ് ഗൈസ്. ബൂം.